ഇനി നമ്മുടെ കയ്യിലുള്ളത് ഇതൊരു ക്ലാം മീറ്ററാണ്. ഇത് സാധാരണത്തിൽ യൂസ് ചെയ്യുന്നത് വോൾട്ടേജ്, കണ്ടിന്യൂറ്റി, ഇതിൻ്റെ ഫ്രീക്വൻസി, ഇതിൻ്റെ ലോഡ്, റെസിസ്റ്റൻസ് ഇവയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ക്ലാം മീറ്റർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ലീഡ്, അതായത് ഇതിൻ്റെ കണക്റ്റിംഗ് ലീഡ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നിലവിൽ നമ്മുടെ കയ്യിൽ ടെമ്പറേച്ചർ യൂസ് ചെയ്യാനുള്ള ലീഡ് ഇപ്പോൾ നിലവിലില്ല, അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് മെട്രാർവിയുടെ DT2250 മോഡൽ ക്ലാം മീറ്ററാണ്. ഇതാണ് ഫംഗ്ഷൻ സ്വിച്ച്. ഓരോ ഫംഗ്ഷൻ പോയിന്റിലേക്കും നമുക്ക് ഈ ഫംഗ്ഷൻ സ്വിച്ച് വഴി നമുക്കിത് ചേഞ്ച് ചെയ്യാം. ലീഡ് കണക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് പോർട്സ് ഉണ്ട്. അത് കൃത്യമായി റെഡിലും ബ്ലാക്കിലുമായിട്ട് കണക്ട് ചെയ്യണം. ഇനി നമുക്ക് ഫംഗ്ഷൻ സ്വിച്ച് പരിചയപ്പെടാം. ഇതിൽ ഫംഗ്ഷൻ സ്വിച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നല്ലൊരു ഓഫ് പൊസിഷനിലാണുള്ളത്. പിന്നെ വോൾട്ടേജ് DC AC ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൊസിഷനിൽ വെക്കണം. പിന്നെ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, കണ്ടിന്യൂറ്റി ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൊസിഷനിൽ. ഇത് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലും ഫാരൻഹീറ്റിലും ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പൊസിഷനിൽ വെക്കണം. ഇത് ഫ്രീക്വൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി ലോഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 14 ആംപിയർ, അപ് ടു 40 ആംപിയർ, അപ് ടു 400 ആംപിയർ, അപ് ടു 1000 ആംപിയർ. ഇതിനിങ്ങനെ 3 തരത്തിലുള്ള ലോഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. പിന്നെ ഇത് ഹോൾഡ് പൊസിഷനാണ്. അത് നമുക്ക് കിട്ടിയ വാല്യൂ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് മോഡാണ്. അതായത് മോഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിലിപ്പം രണ്ട് പൊസിഷനുണ്ട്, വോൾട്ടേജ് DC AC. അപ്പോൾ വോൾട്ടേജ് DC ഫസ്റ്റ് പൊസിഷനിൽ വരുമ്പം നമ്മൾ മോഡ് ചെക്ക് ചെയ്താൽ ജസ്റ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് വോൾട്ടേജ് AC ആണ് നമുക്ക് കണ്ടെങ്കിൽ വോൾട്ടേജ് AC യിലേക്ക് വരും. അതേപോലെ തന്നെ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, കണ്ടിന്യൂറ്റി ഇതും ഇതേപോലെ ഈ മോഡ് സ്വിച്ച് വഴി നമുക്കിത് ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. വാല്യൂ നമുക്ക് ഇത് ഡിസ്പ്ലേയിലാണ് നമുക്കിതിൽ വാല്യൂ കാണാൻ പറ്റുക. കൂടാതെ നമുക്കിത് സർക്യൂട്ടിൽ വെച്ചിട്ട് എങ്ങനെ ഇതിൻ്റെ വാല്യൂ കണ്ടെത്തുന്നതും കൂടെ മനസ്സിലാക്കാം. കൂടാതെ എങ്ങനെ പാരലലായിട്ടും സീരീസ് ആയിട്ടും ബാറ്ററി കണക്ട് ചെയ്യാം എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റായിട്ട് നമുക്കിതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ സ്വിച്ച് ഇപ്പോൾ നിലവിൽ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ സ്വിച്ച് വെച്ചു. ഫംഗ്ഷൻ സ്വിച്ച് വെക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കിവിടെ സിമ്പിൾ വന്നിട്ട് കാണാം. ഓട്ടോയിലാണുള്ളത്, അതായത് റെസിസ്റ്റൻസിലാണുള്ളത്. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഇതിനെ നമുക്ക് കണ്ടിന്യൂറ്റിയിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മോഡ് സ്വിച്ച് സെലക്ട് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ നിലവിൽ നമ്മളിപ്പം ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ കണ്ടിന്യൂറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ റെഡ് ലീഡും ബ്ലാക്ക് ലീഡും തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബീപ്പ് സൗണ്ട് കേൾക്കാം. ഇതാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അതിലുള്ള 12 വോൾട്ട് 100 AC പവർ സേഫിൻ്റെ ബാറ്ററിയാണുള്ളത്. ഈ രണ്ട് ബാറ്ററിയാണുള്ളത്. ഇതിൻ്റെ കണക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് 12 വോൾട്ടാണ്, ഇതും 12 വോൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് ആദ്യം ഷോർട്ട് ചെയ്യണം. പോസിറ്റീവും നെഗറ്റീവായിട്ട് ഷോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റീഡിംഗ് എടുക്കേണ്ടത് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എന്നാണ് ഔട്ടായിട്ട് നമ്മൾ റീഡിംഗ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു 24 മുകളിലായിട്ട് നമുക്ക് ബാറ്ററി വോൾട്ടേജ് കിട്ടും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഈ ക്ലാം മീറ്ററിൽ നിന്ന് പൊസിഷൻ വോൾട്ടേജിലേക്ക് മാറ്റി കൊടുക്കുക. വോൾട്ടേജ് DC/AC ഉണ്ട്. നമുക്ക് ആദ്യം കിട്ടുന്നത് DC വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ബ്ലാക്ക് ലീഡ് നെഗറ്റീവിലും റെഡ് ലീഡ് പോസിറ്റീവിലും കണ്ടു ചെയ്യാം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഇവിടെ വെക്കുക. പിന്നെ നെഗറ്റീവ് ടെർമിനൽ ഇവിടെ വെക്കുക. നമുക്കിതിൽ വാല്യൂ കാണുന്നത് 25.74. അതായത് ഇതിപ്പം നിലവിൽ ചാർജ്ഡ് ബാറ്ററിയാണ്. ഏകദേശം 25 മുകളിലായാൽ ഇത് ചാർജ്ഡ് ബാറ്ററിയാണ്. AC വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. AC വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതേ പറഞ്ഞ പോലെ തന്നെ വോൾട്ടേജ് AC DC ഉള്ള ഇതിൽ ഫംഗ്ഷൻ സ്വിച്ചിലേക്ക് നമ്മളിത് കൊണ്ടുവെക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ ഓട്ടോയിലാണുള്ളത്, DC വോൾട്ടേജിലാണുള്ളത്. അപ്പോൾ നമ്മൾ മോഡ് ബട്ടൺ ഒന്നുകൂടി അമർത്തിയതിന് ശേഷം ഇത് AC ആക്കുക. AC ആക്കിയതിന് ശേഷം ഇതിൻ്റെ ലീഡ്സ് എവിടെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ സ്ഥലത്തേക്ക് അതിൻ്റെ പ്ലഗിലേക്ക് നമ്മൾ ഇതിൻ്റെ ലീഡ് കണക്ട് ചെയ്യണം. അപ്പോൾ ലീഡ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ സ്വിച്ച് ഓൺ ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും 236 വോൾട്ടേജ്.